നിന്റെ കയ്യിൽ പൈസ ഉണ്ടേൽ 100 പേര് കാണും മോനെ നിന്നെ പൊക്കിക്കൊണ്ട് നടക്കാൻ. നിന്റെ കയ്യിൽ 5 പൈസ ഇല്ലെങ്കിലോ വഴിമാറിപ്പോകും എല്ലാവരും. ഈ അമ്മ പറഞ്ഞത് എത്ര കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളും കൂടി ഈ അമ്മയുടെ വാക്കുകളൊന്ന് കേട്ടു നോക്ക്. നിന്റെ പൈസ ഉണ്ടെങ്കിൽ 100 പേര് കാണും മോനെ നിന്നെ പൊക്കിക്കൊണ്ട് നടക്കാൻ. നീ ഇന്നൊരു രോഗിയായാലോ നിന്റെ 5 രൂപ എടുക്കാനില്ല, നിന്നെ വഴി മാറിപ്പോവും. മോനിപ്പോ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ മോനെ എത്ര പേര് ഒരു ഗ്ലാസ് വെള്ളത്തിനായി ദാഹിച്ചിരിക്കുന്നവരുണ്ടെന്നറിയോ? നമ്മൾ കളയുന്ന ഓരോ മണി ചോറിനും വിലയുള്ളത്. ദൈവം എന്ന് പറയുന്ന പള്ളിയിലും അമ്പലങ്ങളിലും ഒന്നുമില്ല, നിന്റെ ഹൃദയത്തിലാണ് നിന്റെ ദേവാലയം. കാശിന്റെ വില എന്താണെന്ന് ആ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ആ അമ്മയ്ക്ക് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത്. കാശിന് കാശ് തന്നെ വേണം മക്കളെ. അതില്ലെങ്കിൽ നമ്മളെല്ലാവരും വെറും വട്ടപൂജ്യങ്ങളാണ്. കയ്യിൽ കാശില്ലെങ്കിൽ കൂട്ടുകാരില്ല, നാട്ടുകാരില്ല, വീട്ടുകാരില്ല. എന്നാൽ കയ്യിൽ 4 കാശ് വന്നാലോ ഈ പറഞ്ഞവരെല്ലാം നമ്മളെ തേടി വരും. അതാണ് കാശിന്റെ പവർ. ഈ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവം എന്ന് പറയുന്നത് പള്ളിയിലോ അമ്പലങ്ങളിലോ ഒന്നുമല്ല, നിന്റെ ഹൃദയത്തിലാണ് നിന്റെ ദേവാലയമുള്ളത്. അത്രക്ക് ജീവിതത്തോട് ഒറ്റക്ക് പടപൊരുതി ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ പറയാൻ കഴിയൂ.